ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ നമുക്കൊപ്പം ചേരുകയാണ്. ശശികല ടീച്ചർ, നോക്കൂ, പാലക്കാട്ട് ഒരു ജിമ്മ് ആരംഭിക്കാൻ പോകുന്നത് ഇസ്ലാം ഫ്രണ്ട്ലി ജിം എന്നാണ് പറയുന്നത്. ജിമ്മിൻ്റെ പ്രത്യേകതകൾ കേട്ട് കഴിഞ്ഞാൽ ആരും മൂക്കത്ത് കൈവച്ച് പോകും. കാരണം അവിടെ പാട്ടുകൾ ഇടാൻ പറ്റത്തില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയമാണ്. മാത്രമല്ല, ഏറ്റവും രസകരം, ജിമ്മിൽ വരുമ്പോൾ പർദ്ദയിട്ട് വരികയാണ് അത്രയും നല്ലത് എന്ന രീതിയിൽ മുഖമൊക്കെ മൂടി, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മൂടിക്കെട്ടിയുള്ള വസ്ത്രം ധരിച്ചു വേണം ജിമ്മിലേക്ക് വരാൻ എന്നൊക്കെയാണ് ഈ ജിമ്മിൻ്റെ നിയമം. ടീച്ചർ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഒരു സ്ഥാപനം നടത്തുന്നവർക്ക് അവരുടേതായ സംവിധാനങ്ങൾ ഒരുക്കുന്നത് പക്ഷേ ഭരണഘടന അവർക്ക് അനുവാദം കൊടുക്കുമായിരിക്കാം. ആ നിലയിലാണ് ഇപ്പൊ ഇന്ന് ന്യായീകരിക്കാൻ പോകുന്നത്. ഞങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനം, അവിടുത്തെ യൂണിഫോം എന്താണെന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടുത്തെ ചിട്ടവട്ടങ്ങൾ എന്താണ് ഞങ്ങൾക്ക് നിശ്ചയിക്കാം. പക്ഷെ നമ്മുടെ ഭയം കിടക്കുന്നത് ഇവർ ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഈ ജിമ്മ് നടത്തുന്നവര്, ഈ ജിമ്മിൽ വന്ന് ശാരീരിക ക്ഷമത നേടുന്നവര്, അവർ ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ അവർ എന്ത് മുഖത്തോടു കൂടിയാണ് ജീവിക്കുന്നത്? അവർ അപ്പോൾ ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് ഇതിന് ഭരണഘടന അനുവാദം നൽകുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇത്തരത്തിൽ നടത്തട്ടെ എന്ന് പറയുന്നത്, നാളെ അവർക്ക് ഏതെങ്കിലും വിധത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നിടത്തൊക്കെ ഈ മതനിയമങ്ങൾ ഏൽപ്പിക്കുന്നു. നമ്മുടെ പൊളിറ്റിക്കൽ ഇസ്ലാം അതിശക്തമായ വിധത്തിൽ വേരൂന്നി വരികയാണ് കേരളം. അപ്പോ ഒരു നിലവിളക്ക് കൊളുത്താൻ പോലും ഒരുപക്ഷെ മതേതര പട്ടം കിട്ടാൻ വേണ്ടി ചിലർ അത് കൊളുത്താൻ തയ്യാറാകുമ്പോൾ അവർക്കെതിരെ ഇസ്ലാമിക പൗരോഹിത്യം ഫത്വ ഇറക്കിയത് നമ്മൾ കണ്ടു. ആ ഫത്വയെ ഭയന്നുകൊണ്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി സരസ്വതി ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന വിദ്യാലയം തുറക്കുന്ന സമയത്ത് നടക്കുന്ന പ്രവേശനോത്സവത്തില് അതിവിദഗ്ധമായിട്ട് ആ തിരി കയ്യിലേക്ക് എത്താത്ത വിധത്തിൽ കൂട്ടായി മാറുന്നത് നമ്മൾ കണ്ടു. ഇസ്ലാമിക പൗരോഹിത്യത്തെ ഭയന്നുകൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിൽ പൗരോഹിത്യ ഭയത്തിൽ അവർക്ക് വേണ്ടി ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുകയും അതിൽ പരിശീലിക്കുകയും ചെയ്യുന്നവര് അവരെ ഭയമേ മതിയാകുള്ളൂ. പൊതുസമൂഹം കിട്ടുന്നതെല്ലാം അവര് നടത്തിലൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കും എന്നതുകൊണ്ട് ഇത് നിസ്സാരമായി നമുക്ക് കാണാൻ സാധിക്കും. മദ്രസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള വിധത്തിൽ നടത്താനുള്ള സർവ്വാധികാരവും അവരെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് പോലും മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനവും നിർഭാഗ്യവശാൽ ഇവിടെയില്ല. അവരെന്താണ് പഠിപ്പിക്കുക, അങ്ങനെ സംവിധാനം നടക്കുന്നു. അതിനുവേണ്ടി സ്കൂൾ സമയം പോലും എല്ലാ സ്കൂൾ സമയം പോലും അതിനനുസരിച്ച് മാത്രം നടക്കുന്ന ഒരു സംസ്ഥാനം. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യുന്നു നമുക്കറിയില്ല. അതിപ്പോ കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും. ഒരു കാലത്ത് ഹോട്ടലുകളായിരുന്നു ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നിടത്ത് ഹലാൽ ബോർഡ് വെച്ചുകൊണ്ട് അത് മറ്റുള്ളവരെ കൂടി കഴിക്കാൻ നിർബന്ധിത. ഹലാൽ മുസ്ലിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവർക്ക് കൂടി തരുന്നൊരു സംവിധാനം ഉണ്ടായി. ഒരു പക്ഷേ സമയോചിതമായി പൊതുസമൂഹം ഇടപെട്ടതുകൊണ്ട് ഇന്ന് ആ ബോർഡുകൾ പോയിട്ടുണ്ട്. മൈൻഡ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ബോർഡുകൾ പോയിട്ടുണ്ട്. സാധാരണക്കാർ മറ്റുള്ളവരെ കൊണ്ടുകൂടി ഹലാൽ കഴിപ്പിക്കുന്ന ആ ഒരു രീതി. അപ്പൊ സാധ്യമാകുന്ന എല്ലാ മേഖലകളും, അതാണ് നമ്മൾ ഹോട്ടല് റംസാൻ മാസമായ നിയമവിരുദ്ധമായി അടച്ചെടുത്തു. അത് ചൂണ്ടിക്കാണിക്കുന്നവരെ വർഗീയവാദികളായി കാണിക്കുക മാത്രം ചെയ്യണം. അപ്പൊ ഇതിന് ഓരോ മേഖലയിലേക്കും വിദ്യാലയങ്ങൾ അവരുടേതായി നടത്തുന്നു, ഇപ്പൊ ജിമ്മുകളായി, ഹോട്ടലുകളായി, ഇങ്ങനെ ഓരോ സംവിധാനത്തിലേക്കും കടന്നു കയറുമ്പോൾ ഇതിന് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇതിനെ ഭയന്നേ മതിയാകൂ എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം സംവിധാനങ്ങൾ മുളയിലേ നുള്ളിയില്ലെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അടിമയായി കേരളം ഒരു ഇസ്ലാമിക സ്റ്റേറ്റ്, അവർ പറയുന്ന IS നമ്മൾ സ്റ്റേറ്റ് എന്ന സാധാരണ അർത്ഥത്തിലല്ല, ആ നിലവാരത്തിലേക്ക് കൂട്ടുകിട്ടാൻ ഇനി അധികം ആളില്ല എന്നതാണ് വാസ്തവം. ഓക്കെ. ശശികല ടീച്ചറാണ് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി. ഈ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു.